ഒരു ആർട്ടിസ്റ്റിൻ്റെ പേര് ഞാൻ പറയില്ല. അതിനുശേഷം അച്ഛൻ മരിക്കുന്നത് മെയ് 8-നാണ്. അപ്പോൾ ജൂണിൽ ഞാൻ ആത്മയുടെ മീറ്റിങ്ങിന് പോയി. അപ്പം ഞാൻ ഈ മെയ് 8 കഴിഞ്ഞിട്ട് വേഗം തന്നെ ഞാൻ ഇവിടുന്ന് എനിക്ക് തോന്നുന്നു, സോറി അങ്ങനല്ല, ഒരു വളരെ യാദൃശ്യമായിട്ട് ഞാൻ അവരെ കാണുന്നതാണ്. SP ഗ്രാൻഡ് ഡേയ്സിൽ വെച്ചിട്ട് ആർട്ടിസ്റ്റിനെ ഞാൻ അവിടെ ചെന്നപ്പം അപ്പോൾ അവരെന്നെ അപ്പോൾ എനിക്കൊരു ഞാൻ കുറച്ച് ബ്രേക്കിന് ശേഷം അച്ഛൻ മരിച്ചിട്ട് ഒരു 2 മാസത്തിന് ശേഷം ഞാൻ ഇൻസ്റ്റയിലാണോ ഫേസ്ബുക്കിലോ എന്തോ സ്റ്റോറി ഇട്ടു. ഞാൻ ചെന്നൈക്ക് പോകുന്നതിൻ്റെ ഒരു സെൽഫി ഇട്ടു, ഇങ്ങനെ ചിരിച്ചിട്ട് നിന്ന്, ബാക്ക് ടു വർക്ക് എന്നോ എന്തോ ഒരു സാധനം ചിരിച്ചോണ്ടായിട്ടേക്കുന്നത്. അപ്പോൾ അവരെന്നെ പിടിച്ചെടുത്തിട്ടും പറയും, നീയൊക്കെ ഒരു പെണ്ണാണോടി, എൻ്റെ അമ്മ മരിച്ചിട്ട് എനിക്ക് 7-8 മാസം എടുത്തു എനിക്ക് അതിൽ നിന്ന് ഞാൻ റിക്കവർ ചെയ്ത് വരാൻ. നിനക്കൊരു നാണമില്ലേ, നീ ഈ 2 മാസമല്ലേ ഉള്ളൂ നിൻ്റെ അച്ഛൻ മരിച്ചിട്ട്, നീ ഒരു സെൽഫി എടുത്തിട്ടിരിക്കുന്നല്ലേ എന്ന്. ഞാൻ പറഞ്ഞു, ചേച്ചി അതിനിപ്പോൾ എന്താ കുഴപ്പം എന്ന് ഞാൻ ചോദിച്ചു. കാരണം ഞാൻ എന്നെ വീണ്ടും ട്രാക്കിലേക്ക് എത്തിച്ചേ പറ്റൂ. അതെ, നമ്മൾ നമ്മുടെ പുഷ് ചെയ്യാണ് സെൽഫിനെ. കാരണം അത് കഴിഞ്ഞ് ജൂൺ 21 എൻ്റെ കല്യാണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഇട്ടത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഈശ്വര, അപ്പോൾ എന്തെല്ലാം ആയിരിക്കും അല്ലേ ആൾക്കാർ ആ ഒരു സെൽഫിക്ക് പറയുക.